നമസ്കാരം. സെപ്റ്റംബർ 27 ദിവസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേടം ലഗ്നം രാശി സൂര്യൻ. നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള പല ജോലികളും ഈ ഒരു ദിവസം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കല, ആസ്വാദനം എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ ജീവിതത്തിലും വളരെയധികം സന്തോഷമുണ്ടാകുന്നതാണ്. എങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു സാമ്പത്തിക ബാധ്യത ഈ ഒരു ദിവസം മാത്രമേ കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്നതാണ്. ഇടവം ലഗ്നം രാശി സൂര്യൻ. നിങ്ങൾക്ക് കുടുംബജീവിതത്തിലായിരിക്കും പ്രാധാന്യമുണ്ടാകുക. വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനും വീട്ടിൽ അതിഥികൾ വരാനും നിങ്ങൾ മറ്റുള്ളവരെ കാണാൻ പോകാനും റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനും ഈ ഒരു ദിവസം സാധ്യമാണ്. അതുപോലെ തന്നെ പുതിയ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാകാനും ഈ ഒരു ദിവസം സാധ്യമാണ്. മിഥുനം ലഗ്നം രാശി സൂര്യൻ. നിങ്ങൾക്ക് വളരെ തിരക്കം നിറഞ്ഞൊരു സമയമായിരിക്കും. നിങ്ങൾ യാത്ര ചെയ്യുന്നു, ചെറിയ യാത്രകളുണ്ടാകാം. ധാരാളം കമ്മ്യൂണിക്കേഷൻ, വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ, ഫേസ്ബുക്ക് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പുതിയ ഗ്രൂപ്പുകളിൽ ചെന്ന് ചേരുക, സഹോദരങ്ങളുമായിട്ടുള്ള സംവാദം ഉണ്ടാകുക എന്നിവ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുക, ടീം ഇവൻറ്റുകൾ ഉണ്ടാകുക എന്നിവയും ഈ ദിവസം പ്രതീക്ഷിക്കാം. കർക്കിടക രാശി സൂര്യൻ ലഗ്നം എന്നിവർക്ക് ഈ ഒരു ദിവസം സാമ്പത്തികമായിട്ടുള്ള വരവുകൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ വരവും ചിലവും തമ്മിലുള്ള ബാലൻസ് കാണുകയില്ല. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം കഴിക്കാനും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ജോലിക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും ഈ ദിവസം സാധ്യമാണ്. അതുപോലെ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഒരു നല്ല സമയമാണ് ഈ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചിങ്ങം രാശി ലഗ്നം സൂര്യൻ എന്നിവർക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതമായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പുതിയ വ്യക്തിയായി മാറാനായിട്ടും പുതിയ ഹെയർ കട്ട്, പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും പുതിയ വ്യക്തികളെ കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വീടിനകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതാണ്. അമ്മയുടെ ജീവിതത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പുതിയ ഇവൻറ്റുകൾ, അവരുടെ അസുഖം കുറയുക, അവർക്ക് സന്തോഷം വരിക, അവർക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, അവയെക്കുറിച്ചുള്ള ചർച്ചകൾ, പൂർവിക സ്വത്തിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ ദിവസം ഉണ്ടാകുന്നതാണ്. കന്നി സൂര്യൻ രാശി ലഗ്നം എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ 27 ഫലമാണ്. നിങ്ങൾക്ക് ഈ ദിവസം അല്പം ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും. കാരണം ശുക്രൻ 12ാം ഭാവത്തിലൂടെയാണ് പോകുന്നത്. ഉറക്കം തടസ്സപ്പെടാം. ഉറക്കത്തിൽ പല വിധത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രി വാസമുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിരവധി യാത്രകളുണ്ടാകാം, ചെറിയ യാത്രകളുണ്ടാകാം. ചെവി തൊട്ട് തോള് വരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. സഹോദരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ചെന്ന് ചേരാനുള്ള അവസരവുമുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളിൽ ചേരാനുള്ള അവസരവുമുണ്ട്. നിങ്ങളുടെ അയൽക്കാരുമായിട്ടുള്ള കൂടുതൽ സംവാദവും ഈ ദിവസം പ്രതീക്ഷിക്കുക. തുലാം സൂര്യൻ രാശി ലഗ്നം എന്നിവർക്ക് വളരെ നല്ല സമയമാണ്. കൂടുതൽ ടീം ബന്ധങ്ങളുണ്ടാകാം, പുതിയ സുഹൃത്തുക്കൾ ലഭിക്കാം, ലോങ് ടേം പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, ദീർഘനാളത്തേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കട്ടിംഗ്, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നിവയ്ക്കെല്ലാം ഈ ഒരു ദിവസം സാധ്യമാണ്. നല്ല ഭക്ഷണം കഴിക്കാനും ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഇവൻറ്റുകൾ ഉണ്ടാകാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും നിങ്ങൾ ഈ ദിവസം തീരുമാനിക്കുന്നതാണ്. വൃശ്ചിക രാശി ലഗ്നം സൂര്യൻ എന്നിവർക്ക് ജോലിയാണ് പ്രധാനപ്പെട്ട കാര്യം. ജോലിയിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും സ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും പുതിയ ജോബിന് ആപ്ലിക്കേഷൻ അയക്കാനും നിങ്ങളുടെ അധികാരികൾ നിങ്ങൾക്ക് പുതിയ അഡ്വൈസ് തരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനും ഈ ഒരു സമയം സാധ്യമാണ്. പക്ഷേ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കരിക്കുന്ന ഒരു ദിവസമാണ്. അതിനാൽ അനാവശ്യമായിട്ടുള്ള ഇടപാടുകളിൽ ചെന്ന് വീഴാതിരിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ധനുരാശിക്ക് ഈ ഒരു ദിവസം ദൂരയാത്രകളിൽ നിന്നും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൂരദേശത്തേക്ക് പോകാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതാണ്. വിദേശത്തു നിന്ന് എന്തെങ്കിലും വാർത്ത വരുന്നതാണ്. പ്രാർത്ഥിക്കാനും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ ഒരു അവസരം സാധ്യമാണ്. പിതാവിന് പുതിയ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഗുരുക്കൾ, അധ്യാപകർ എന്നിവരോടുള്ള സംസാരം വർദ്ധിക്കുന്നതാണ്. എഴുത്ത്, പബ്ലിഷിംഗ് എന്നിവയിൽ നിന്നുള്ള അവസരങ്ങളും ഈ ഒരു ദിവസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്പം അധികരിക്കുന്ന സമയമാണ്. സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഡ്രീംസ്, സ്വപ്നങ്ങളുണ്ടാകാം. ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ ഭാവിയിലേക്കുള്ള സിഗ്നൽസ് കൊണ്ടുവരുന്നതാണ്.
മകരം രാശിക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഒരു ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരി മാത്രം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളും ഈ ഒരു സമയത്തിൻ്റെ ഭാഗമാണ്. ലോങ് ടേം ആയിട്ടുള്ള പുതിയ ഫ്രണ്ട്സിനെ കിട്ടാം, പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാം. എഡ്ടെക്, ഫിൻടെക് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, അഡ്വാൻസ് ടെക്നോളജി എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയൊരു പ്രൊജക്റ്റ് ലഭിക്കാനുള്ള സമയമാണ്. കുംഭം രാശി, ലഗ്നം സൂര്യൻ, ഇവർക്ക് ബന്ധങ്ങളാണ് ഈ ഒരു ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബന്ധങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ വേണ്ടയോ, അങ്ങനെയുള്ള ചർച്ചകൾ, പുതിയ ബിസിനസ് ബന്ധങ്ങൾ ലഭിക്കാൻ, പുതിയ ജോബ് ഓഫർ ലഭിക്കാനുള്ള സമയം. ഫാഷൻ, സ്റ്റൈലിംഗ് എന്ന ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പുതിയ അവസരങ്ങൾ, HR, PR എന്നീ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പുതിയ അവസരങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയെക്കുറിച്ചുള്ള ഒത്തിരി മാത്രം ചിന്തകൾ ഉണ്ടാകാമെന്നുള്ളതാണ്. ജോലി എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് അല്പം ഭാരപ്പെട്ടിരിക്കും, പക്ഷേ ഈ ഒരു ദിവസം കഴിയുന്നതോടുകൂടി ആ ഭാരം മാറിപ്പോകുന്നതാണ്. മീനം രാശി, ലഗ്നം സൂര്യൻ, നിങ്ങൾക്ക് ജോലിയെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കും കൂടുതലുണ്ടാകുക. വളരെ മത്സര സ്വഭാവമുള്ള ജോലികളിൽ നിങ്ങൾ ചെന്ന് ചേരുന്നതാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. പെർഫെക്ഷനോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ജോലിയിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. PSC പഠിക്കുന്നവർ, PSC അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നവർക്കുള്ള, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള പുതിയ അവസരങ്ങളും ഈ ഒരു സമയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ, ധ്യാനം എന്നിവയും ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. ദൂരദേശത്തു നിന്നുള്ള വാർത്തകൾ ലഭിക്കുന്നതാണ്. ഇതാണ് സെപ്റ്റംബർ 27 എല്ലാ ലഗ്നം, രാശി, സൂര്യൻ എന്നിവരുടെ ദിവസഫലം.